രണ്ട് രീതിയിൽ ഇത് അവസാനിക്കാം. ഒന്നെങ്കിൽ ഈ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയാൽ ലൈക്ക് ഇവിടെ ബെസ്റ്റിയുമായിട്ട് ബെസ്റ്റിന്റെ കുറയുകയും ബെസ്റ്റി ലൈക്ക് മറ്റൊരു ബെസ്റ്റിയെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ വേറെ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരികയോ ചെയ്യും. അതല്ലെങ്കിൽ ഈ ബെസ്റ്റിന്റെ സ്പേസ് കൊണ്ട് കൂടുതൽ ലൈക്ക് ബെസ്റ്റി ലൈക്ക് കൺട്രോൾ കംപ്ലീറ്റ്ലി ബെസ്റ്റിന്റെ കയ്യിലായിരിക്കുമ്പോ ഈ റിലേഷൻഷിപ്പിന്റെ അന്ത്യം ഉറപ്പാണ്. ഇത് ഇവിടെ ബ്രേക്ക് ആവുകയും അതിനൊരു കാരണം ഈ ബെസ്റ്റി തന്നെ ആവുകയോ അതും കഴിഞ്ഞ് ചിലപ്പോ ഇവരൊരു റിലേഷൻഷിപ്പിലേക്ക് വരാനും ചാൻസ് ഉണ്ട്. ഞാൻ ഇഷ്ടംപോലെ എന്റെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ കുറെ ആളുകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് ബെസ്റ്റി ആരുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ട് ലാസ്റ്റ് ബെസ്റ്റിയും ഈ പാർട്ണറും തമ്മിൽ റിലേഷൻഷിപ്പിലായിരിക്കും. ഇതൊരു അതിന്റെ വേറെ രസം കൂടെ പറയട്ടെ. ഞാൻ ആ കണ്ടതൊക്കെ അത് 6 മാസം കഴിഞ്ഞാൽ പൊട്ടാറുണ്ട്. ബെസ്റ്റിനെ ആദ്യമേ റിലേഷൻഷിപ്പിൽ വെക്കാത്തത് കംപ്ലീറ്റ്ലി അവർക്ക് വേണ്ട എന്തോ മിസ് ആയതുകൊണ്ടായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഈ വ്യക്തി വരുന്നതിന് മുമ്പ് ഇവിടെ റിലേഷൻഷിപ്പ് ആവാലോ. പക്ഷെ ഇവിടെ നമ്മളെപ്പോഴും രണ്ടാളുകളും തമ്മിൽ കമ്പാരിസൺ ആണ്. ഇപ്പൊ എനിക്ക് ഒരു ബെസ്റ്റിയും ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഞാനാണ് കമ്പയർ ചെയ്യുന്നത് ഈ ബെസ്റ്റിനെയും പാർട്ട്ണറെ വെച്ചിട്ട്. അപ്പൊ ഞാൻ തെറ്റിദ്ധരിക്കപ്പെടാണ് ഈ പാർട്ട്ണറെക്കാളും ബെസ്റ്റ് ചെയ്യുന്നോണ്ട് ബെറ്റർ ആണ്. പക്ഷെ ഞാൻ ഇത് രണ്ടും ലൈക്ക് ഈ രണ്ട് സിറ്റുവേഷനിലും കംപ്ലീറ്റ്ലി നിന്ന് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോഴാണ് മനസ്സിലാവോ അയ്യോ ശരിയായിരുന്നില്ല.